ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾക്കൊരു ചക്ക കിട്ടിട്ടോ, നല്ല വിളഞ്ഞ ചക്ക കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് ചക്ക വേവിക്കും വേണം, കുറച്ച് വറുത്തെടുക്കും വേണം. അപ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഷിജു ചക്കയൊക്കെ ഇങ്ങനെ വെട്ടിയൊക്കെ തരുന്നുണ്ട്. എനിക്കും സുറുമിക്കാണെങ്കിൽ കുറച്ച് ദിവസമായി ചക്ക കുറച്ച് വേവിക്ക് വേണം, കുറച്ച് വറുക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത്. ഏതായാലും ഇന്നലെ ചക്ക കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് ഇത് കുറച്ചെടുത്ത് വേവിക്കും കുറച്ച് വറുക്കും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ കേട്ടോ. നമുക്ക് വെളിയിൽ വെച്ചിട്ട് ചക്ക വെട്ടിയെടുക്കാനൊന്നും പറ്റത്തില്ല, കാരണം ഭയങ്കര മഴയല്ലേ. അപ്പോൾ അകത്ത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് എല്ലാവർക്കും നല്ല കടുപ്പത്തിലൊരു ചായയൊക്കെ ഇട്ട് എല്ലാവർക്കും ഓരോ ഗ്ലാസ്സിലൊഴിച്ച് എല്ലാവർക്കും കുടിക്കാൻ കൊടുത്ത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇനി നമുക്ക് ചക്ക വേവിക്കാനുള്ളത് അരിഞ്ഞെടുക്കാം. കുക്കറിലാണ് ഞാൻ ചക്ക വേവിക്കാൻ വെക്കുന്നത്. അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെച്ച്. ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് വറുത്തെടുക്കാനുള്ള ചക്ക നമുക്ക് കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. അങ്ങനെ ചക്ക ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മിന്നു കൊണ്ടുപോയി കഴിക്കുന്നുണ്ട് ഒരു തലക്കുന്ന്. മഴ പെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഓരോ കൊതികളും നമുക്ക് വരുന്നത്. നല്ല ചൂടായിട്ട് മഴ പെയ്യുമ്പോൾ നല്ല ചൂടായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ ചക്ക നമുക്ക് വറുത്തെടുക്കാമെന്ന്. അപ്പോൾ ഒത്തിരി ദിവസമായി ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നു നമുക്കൊരു ചക്ക കിട്ടിയെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാമെന്ന്. അപ്പം എന്ന് വിചാരിച്ചെന്നാൽ നമുക്കെന്നാൽ ചെയ്യാമെന്ന്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ചക്ക നമുക്ക് വറുത്തെടുക്കാം. ഫ്രൈയും പാനിലാണ് നമ്മൾ ചക്ക വറുത്തെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ യൂസ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ നല്ല ചക്കയൊക്കെ നല്ല പോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കുറച്ച് അധികമായിട്ട് ചക്ക വറുത്തതൊക്കെ കഴിച്ചു. അപ്പോഴേക്കും അമ്മ രാത്രിക്കൊക്കെയുള്ള നല്ല അടിപൊളി മോര് കാച്ചുന്നുണ്ട്. കണ്ടോ ഗൈസ്, നമ്മൾ വേവിച്ച ചക്ക കണ്ടോ, അടിപൊളി നല്ല ടേസ്റ്റിയുള്ള ചക്ക കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ചക്കൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. സവാളയും പച്ചമുളകും മാങ്ങയൊക്കെ ഇട്ട് അരച്ച് വെച്ച നല്ല അടിപൊളി ചമ്മന്തിയാണ്. അങ്ങനെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് വിളമ്പാം. അങ്ങനെ ചക്കയും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തിയൊക്കെ ഒരു പാത്രത്തിൽ വിളമ്പി ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് കഴിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.